ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് 2 വിസിലടുപ്പിച്ച് മാറ്റി വയ്ക്കാം. ഒരു ഉരുളക്കിഴങ്ങിന് 1 വിസിലടുപ്പിച്ച് മാറ്റി വയ്ക്കാം. ഉള്ളി, പച്ചമുളക്, തക്കാളി, മല്ലിത്തഴ എല്ലാം കട്ട് ചെയ്ത് വെക്കാം. നേരെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 പട്ട, 2 ഏലക്ക, 3 കറാമ്പും കൂടി ഇട്ട് ഒന്ന് ചൂടാകുമ്പോൾ 1 കപ്പ് ഉള്ളി, കുറച്ച് ഉപ്പ്, 1 പച്ചമുളകും കൂടി ഇട്ട് നന്നായി വതക്കിയെടുക്കുക. വതങ്ങുമ്പോഴേക്കും തേങ്ങയും പെരുംജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ആ സമയത്ത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പൊടികളായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വതക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നേരെ ഒരു തക്കാളി ഇട്ട് ജ്യൂസി ആക്കിയ ശേഷം അതിലേക്ക് പട്ടാണിയും ഉരുളക്കിഴങ്ങും ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. തിളച്ചയിലേക്ക് തേങ്ങാരപ്പ് ചേർത്ത് അതേപോലെ തന്നെ കുറച്ച് മല്ലിത്തഴയും കൂടെ ചേർത്ത് കറി ഓഫ് ചെയ്യാവുന്നതാണ്. താളിക്കാനായിട്ട് പാനിലേക്ക് എണ്ണ, കടുക്, കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഇടാം കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി. സോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ.